ഹലോ ഗായ്സ്, അപ്പം കേരള ടു നേപ്പാൾ യാത്ര നാളെ അവസാനിക്കും. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 months 3 മാസമാണ് ഞാനായത്. അപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ ഉത്തരാഖണ്ഡ് 6 ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. അതായത് ചൈന ബോർഡർ ഉത്തരാഖണ്ഡ് അവിടെ വെച്ചിട്ടാണ് റൈസിസം തുടങ്ങിയത്. കൂടുതൽ ഞാൻ വളരെ ബ്ലാക്ക് എന്താ പറയുക, വെയിലത്ത് സൺലൈറ്റ് വളരെ സൈക്കോഡിക്ക് വളരെ ബ്ലാക്ക് കറുപ്പ്. ഇപ്പോൾ ആൾക്കാർ ഒരു കാസ്റ്റ് ലെവലിൽ ബേസിൽ റൈസിസം നന്നായിട്ടുണ്ടായിരുന്നു. അത് ഉത്തരാഖണ്ഡ് ഭാഗത്താണ് തുടങ്ങിയത്. ഉത്തരാഖണ്ഡ് പിന്നെ എന്താ പറയുക, യു പി ഉത്തരാഖണ്ഡ് അവിടെ വെച്ചിട്ടാണ് ശരിക്കും തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നേപ്പാൾ ബോർഡറിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ എന്താ പറയുക, നമ്മൾ നല്ല റൈസിസാണ് കിട്ടിയത്. അതായത് നേപ്പാളിൻ്റെ ഉള്ളിൽ ഹോട്ടലും അവിടെ നിന്ന് ഫുള്ള് തന്നെയാണ്. അതായത് അവർ എന്താ ഞാൻ വല്ല ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് ആ ഒരു മനോഭാവം. അത് മാത്രമല്ല വേറെ കുറേ ഇതൊക്കെ നമ്മളൊരു ലിഫ്റ്റ് ചോദിക്കുന്നതും വ്യത്യാസമുണ്ട്. നമ്മളൊരു എന്താ പറയുക, ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ നമ്മുടെ റിക്ഷയിൽ അല്ലെങ്കിൽ ടാക്സിയിൽ നമ്മൾ കൈ കാണിച്ചിട്ട് നമ്മൾ പോകുന്നത്, അത് നല്ലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴും ശരിക്കും എന്താ പറയുക, നേപ്പാളികൾ നമ്മളെ ശരിക്കും ഞാൻ കേൾക്കില്ല. നേപ്പാളികൾ നമ്മൾ അവോയ്ഡ് ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും വലിയ റൈസിസം എന്താ പറയുക, റൈസിസം ഏറ്റവും കൂടുതൽ നടന്നത് ഈ ഭാഗങ്ങളിലോട്ടാണ്. ഉത്തരാഖണ്ഡ് പിന്നെ നേപ്പാൾ. അവിടുന്ന് പശുപതിനാഥ് എത്തി. അവിടെ എത്തിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അവിടെ നല്ല അവിടുത്തെ ആൾക്കാരും ഫുള്ളും നല്ല കമ്പനിയായിരുന്നു, നല്ല ജോലിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മുടെ സൈക്കിൾ നമ്മൾ അവിടെ വേറെ ഒരു ചേച്ചിക്ക് നമ്മൾ കൊടുത്തു ഫ്രീ ആയിട്ട്. അപ്പോൾ സൈക്കിളും കൊടുത്തു. അത് മാത്രമല്ലാണ് നമ്മൾ പശുപതിനാഥിൽ വെച്ചിട്ട് നമ്മളൊരു കുട്ടിക്ക് നമ്മൾ മൊബൈൽ കൊടുത്തു. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതേപോലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ബോർഡർ വഴി ഇന്ത്യയിലേക്ക് കയറുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബോർഡർ ചെയ്യുന്നുണ്ട് ലിഫ്റ്റ് അടിച്ചിട്ടാണ് നമ്മൾ വന്നത്. അതിൽ ഒരു കാട് ജംഗിൾ അതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ട് മൊത്തമായിട്ട് നമുക്കൊന്നും അത്രയ്ക്ക് ഇതില്ലാത്തൊരു വഴിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് പിന്നെ എത്തിയത് റാസൽ ബോർഡർ എത്തുമ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിയാണ് എത്തിയത്. രാത്രി എത്തിയിട്ട് അവിടെ നിന്ന് വാരണാസിക്കുള്ള ട്രെയിൻ നമ്മൾ വാരണാസിയിൽ കയറിയിട്ട് വാരണാസിയിൽ കയറിയപ്പോൾ നമ്മൾ ഏറ്റവും വലിയ റൈസിസം എന്താണ് മനസ്സിലായത് നമ്മൾ അവിടെ വെച്ചിട്ടാണ്. അതായത് ഫുള്ള് റൈസിസാണ്. ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഈ ഒരു ട്രാവലിൽ നമ്മൾ കേരള ടു നേപ്പാൾ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് റൈസിസമാണ്. അതായത് അങ്ങനത്തെ ഒരു ഇതാണ് ശരിക്കും. അതിന് നമുക്ക് തന്നെ നമ്മുടെ വലിയ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന സംഭവം. അപ്പോൾ അവിടെ നിന്ന് നേരെ കാശിയിൽ നിന്ന് വാരണാസിയിൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഒരു സ്റ്റേക്കിന് വേണ്ടി നമ്മൾ കുറേ സംഭവങ്ങൾ അലഞ്ഞു. ഒന്നും നടന്നില്ല. അവസാനം ഇറങ്ങുന്ന സമയത്താണ് എനിക്കൊരു ആന്ധ്രയുടെ ഒരു സൈക്കിൾ ബാബയുടെ ഒരു ആശ്രമം കിട്ടിയത്. അവിടെ നമ്മൾ ഒരു ഹാളിലാണ് കിടന്നത്. അപ്പോൾ അവിടെ ഫുള്ള് ആന്ധ്രക്കാരാണ്. അവരുടെ കൂടെയാണ് നമ്മളവിടെ കിടന്നത്. ഒരു 2 days നമ്മൾ അവിടെ വെറും ഒരു 500 രൂപ പറഞ്ഞു. പക്ഷെ നമ്മുടെ നിന്ന് വാങ്ങിയത് ഒരു 200 രൂപ വെച്ചിട്ട് ഡെയിലി. അപ്പോൾ 400 രൂപയാണ് നമ്മൾ നിന്ന് വാങ്ങിയത്. ആക്ച്വലി അവർ ഞാൻ അഡ്വാൻസ് 500 കൊടുത്തു പറഞ്ഞിട്ട് അവർ കുറേ എനിക്ക് 100 രൂപ ബാക്കി വന്നു. ഞാൻ ആകെ 100 രൂപ അഡ്വാൻസ് കൊടുത്തുള്ള വന്നു. അപ്പം എൻ്റെ ഒരു അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി വാരണാസിയിൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ സെക്കന്ദരാബാദിലേക്കുള്ള ട്രെയിൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ സെക്കന്ദരാബാദിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറി നല്ല വാങ്ങി കുറേ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ഒരു 12 മണിക്കൂറൊക്കെ നിന്നത്. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും റൈസിസം ഏറ്റവും കൂടുതൽ നടന്നത് നമുക്കൊരു ഹിന്ദു എന്ന് പറയുമ്പോൾ റൈസിസം നമ്മൾ തന്നെ ഒരു നാണക്കേട് നമുക്ക് തോന്നുന്നു. ഒരുപാട് നമ്മുടെ ഒരു UP ഉത്തരാഖണ്ഡ് നേപ്പാൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ റാസൽ ബോർഡർ വാരണാസി ഇവിടെ എല്ലാം റൈസസാണ് ശരിക്കും നടന്നത്. ഒരു ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു റൈസിസം കിട്ടിയത് സംഭവം തന്നെയാണ്.
അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലെത്തിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ. ഇപ്പോൾ നാളെ രാവിലെ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ നമ്മൾ കേരള ടു നേപ്പാൾ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി കേരള ടു നേപ്പാൾ യാത്ര അപ്പോൾ നമ്മുടെ അവസാന യാത്ര കഴിഞ്ഞ് ഇനി നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളിപ്പോൾ ബാങ്ക് ഡെബിറ്റ് അപ്പോൾ അതിലേറ്റവും വലിയ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലേറ്റവും മെയിനായിട്ട് പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഇട്ടുണ്ടായ സംഭവം റേസിസം തന്നെയാണ്. അതേപോലെ വേറെ സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ റേസിസം വളരെയധികം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റേസിസം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. അത് ശരിക്കും നമുക്ക് തന്നെ നമ്മളിപ്പോൾ ഞാൻ നാട്ടിൽ നിന്നിട്ട് ഞാൻ ഏറ്റവും വിചാരിക്കുന്നത് ഹിന്ദു റിലീജിയൻ തന്നെ ഉപേക്ഷിക്കൽ തന്നെയാണ് ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമായിട്ട് ഞാൻ ആലോചിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ഇസ്ലാം ആയാലും ക്രിസ്ത്യൻ ആയാലും നമുക്ക് നല്ലൊരു കെയറിങ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വളരെയധികം ഡിഫിക്കൽട്ടി ഹാർഡായിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് കൂടുതൽ നമുക്കൊരു പരിചയമില്ലാത്ത നേപ്പാൾ ബോർഡറിൽ വെച്ചിട്ടാണ് നമുക്ക് പിന്നെ ആരും ഇതൊക്കെ ഇപ്പം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ് കളിയാക്കുന്നതൊക്കെ ഉണ്ടാവും. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപാട് വർഷമായത് നമ്മൾ കഷ്ടപ്പെട്ട് നേപ്പാളിൽ പോയി ഇത്രയധികം റിസ്ക് എടുക്കാൻ ഇത്രയധികം സൈക്കിൾ 3000 കിലോമീറ്ററാണ് നമ്മൾ സൈക്കിൾ ഇത്രയധികം അതും ആ ഒരു ചൊക്ലാക്കി സൈക്കിളുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്രയധികം റിസ്ക് എടുത്തിട്ട് നമ്മൾ അപ്പോൾ അത്രയ്ക്കും വലിയ ഇതായിട്ട് നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ പോകുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ അത്രയും ഒരുപാട് സിറ്റുവേഷൻ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്തു. അതിൽ ഫേസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ സംഭവങ്ങളാണ്. അന്നാലും മുതൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത കാര്യങ്ങളൊന്നാണ്. അപ്പം ആദ്യം നമ്മൾ അവിടുന്ന് നമ്മളിപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ വണ്ടിയിലെത്തി അവിടേക്ക് പോവാ വീട്ടിൽ പോവാ നമ്മളൊരു ഹോമിലായിട്ട് നമ്മളൊരു ആ രീതിയിൽ നമ്മൾ കെയർ ചെയ്തതും നമ്മൾ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തതും ശരിക്കും മുസ്ലിംസിനൊക്കെയാണ്. അപ്പം നമ്മളോട് നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നല്ല കെയർ ചെയ്ത ആൾക്കാരുണ്ട്. നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ എടുത്തു വേണ്ടത്. അപ്പം നമ്മൾ ഈ വീട്ടിൽ നിന്നിട്ട് ഞാൻ തീരുമാനിച്ച കാര്യങ്ങളാണ് ശരിക്കും ഇപ്പം ഞാൻ അത്ര നാളാണ് എന്നൊന്നും മാറണം ഈ ഒരു റിലീജിയൻഷിപ്പ് വിട്ട് പോകണം. ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ച കാര്യം. എന്തായാലും നാളെ രാവിലെ ഒരു 10 മണി സമയത്താണ് നമ്മൾ എന്തായാലും വീട്ടിലെത്താം. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ യാത്ര എന്തായാലും ഇനി വീഡിയോ എടുക്കാൻ സമയം ഉണ്ടാവുന്നുണ്ട്. ഞാൻ മൊബൈൽ ചാർജ് ചെയ്യുന്നതൊന്നുമില്ല. എനിക്ക് നല്ല ഉറക്കം വിളിക്കുന്നുണ്ട്. കാരണം നല്ല ഉറങ്ങിയിട്ടില്ല. എന്നാലും ഞാൻ 12 മണിക്കൂറാണ് അതായത് 12 മണിക്കൂർ നിങ്ങൾക്ക് അവസാന ഒരു തുണ്ടി എന്നെ നോക്കി ചിരിച്ചിട്ട് ഇതായിരുന്നു. അവനാണെങ്കിൽ അവിടെ നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ട് ചമ്മച്ച് ശരിക്കും പറയുന്ന ഒരു ഹറാസ്മെൻ്റ് ഒരു ഇത് ചെയ്യലായിരുന്നു അതുകൊണ്ട് ചെയ്തത്. എനിക്കിനി കുറേ ഭ്രാന്തായി. അവസാനം ഞാൻ നീട്ടാണ്ടില്ല. എൻ്റെ അവൻ പോണ വരെ എനിക്ക് അവസാനം ഞാൻ അവൻ്റെ അടുത്ത് നിന്നപ്പോൾ അവൻ പറഞ്ഞ ഡയലോഗ് നീ ഇവിടെ വന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഇതായിരുന്നു. എന്തായാലും നമ്മുടെ യാത്ര എല്ലാം ഇവിടെ നാളെ അവസാനിക്കുകയാണ്. സോ കേരള ടു നേപ്പാൾ ട്രിപ്പ് ക്ലോസിങ് ഇനി അവസാനമായിട്ട് വേണ്ടി കാര്യമാണ് ബാങ്ക് ഡെബിറ്റ്. അതിൻ്റെ കാര്യമാണ് എന്തായാലും ഒരുപാട് 8 lakhs ഇപ്പോൾ HDFC തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് ചെയ്ത് ഒരു 1 lakhs അവിടെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അത് ക്രെഡിറ്റ് കാർഡിലാണ് കാണിച്ചത്. പിന്നെ മൊത്തം ടോട്ടലി ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഡെപ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്തായാലും കേരളത്തിലെ ജയിലാണ് ഏറ്റവും കൂടുതൽ രസകരമായ സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ മുമ്പ് നമ്മൾ വിചാരിച്ച കാര്യം എന്തായാലും നാളെ എത്തിക്കഴിഞ്ഞാൽ മറ്റന്നാളെ എന്തായാലും കളക്ടർ ഓഫീസിൽ പോയിട്ടുണ്ട്. എന്തായാലും അപേക്ഷ എന്തായാലും ഞാൻ നൽകും. അത് നൽകി കഴിഞ്ഞിട്ട് ഈ സംഭവമൊക്കെ ഞാൻ ചോദിച്ചു എത്ര കാലം സപ്പോർട്ട്
എല്ലാ സബ്സ്ക്രൈബ്സും